ഡീപ്പവർ ചെയ്യരുതെന്നതിൻ്റെ അർത്ഥം. അത് നമ്മുടെ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ്. അത് അപ്പോഴേ അവിടെ നിർവീര്യമാക്കരുത് എന്ന് പറയുമ്പോൾ ബിക്കോസ് ഹിസ് എ പവർ, അല്ലേ, ഒരു പവറാണ് പരിശുദ്ധാത്മാവ്. ദാറ്റ് മീൻസ് അതുകൊണ്ടാണ് അമ്മ മാലാഖയോട് ചോദിക്കത്തില്ല, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആകണത്? എന്താ കാരണം? ഞാൻ പുരുഷനെ അറിയാത്ത ഒരു ജീവിതമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, കന്യകയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ആളാണ്. അപ്പം അതുകൊണ്ട് അതെങ്ങനെയാണ് തമ്മിൽ ഇത് ടാരിയായി പോകണം എങ്ങനെയാണെന്ന് അമ്മ ചോദിക്കുന്ന ചോദ്യമുണ്ട്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അമ്മ ഈ ചോദ്യം ചോദിക്കണത് മാലാഖ പറയുന്ന ഉത്തരവുണ്ട്. എന്താണ്? 1:35 ലുക്ക 1:35 എന്താ പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എങ്ങനെയുള്ള പരിശുദ്ധാത്മാവാണ്? അത്യുന്നതൻ്റെ ശക്തി. അതാണ് പ്രശ്നം. പരിശുദ്ധാത്മാവ് ശക്തിയാണ്, ഇല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയായത് കാരണം അത് നമ്മുടെ മേൽ വരാൻ പറ്റുന്ന രീതിയിലേക്കാണ് ദൈവം അതിനെ, പരിശുദ്ധാത്മാവിനെ മോഡുലേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളിൽ വസിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ നമ്മളിൽ വസിക്കാൻ പറ്റുന്ന രീതിയിലല്ലേ ഈശോയെ മോഡുലേറ്റ് ചെയ്തത്. ദിവ്യകുർബാന അങ്ങനെയല്ലേ വസിക്കണത്, അല്ലേ? ദിവ്യകുർബാനയെ വസിക്കുന്നത് നമ്മൾ ഈശോയല്ലേ നമ്മളിൽ വസിക്കണത്, പേഴ്സണല്ലേ വസിക്കണത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും നമ്മളിൽ വസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ റീഫോം ചെയ്യും. ഇപ്പോൾ എല്ലായിടത്തും കറണ്ടുണ്ട്, അല്ലേ? ഇപ്പോൾ ചില സ്കെയിലൊക്കെ വെച്ച് നമ്മൾ ഉരക്കുമ്പോൾ പേപ്പറൊക്കെ ചാടി പിടിക്കും. അതിൻ്റെ അകത്ത് ഒരു ഇന്നേറ്റ് എനർജി ഉണ്ട്, അല്ലേ? അപ്പോൾ കറണ്ടാണ്, ഇലക്ട്രിസിറ്റിയാണ്. പക്ഷേ സ്കെയിലിൻ്റെ ഉള്ളിലിരിക്കണം, ഉരച്ച് കഴിഞ്ഞ് പിടിക്കുമ്പോഴാണ് മുടിയൊക്കെ പറന്ന് പിടിക്കണം, കണ്ടിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ അകത്തൊരു ഇന്നേറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു എനർജി, ഈ ഫാനിൻ്റെ അകത്തൊരു എനർജി ഉണ്ട്. അതെന്താണ്? അത് സ്റ്റാറ്റിക്കായിട്ടുള്ള എനർജിയാണ്. അത് ഫാനിൻ്റെ ഡൈനാമിക്സിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് കൈനറ്റിക്കായിട്ട് മാറും, അല്ലേ? യാന്ത്രികോർജ്ജമായിട്ട് അങ്ങനെ മാറും. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന വ്യത്യസ്തമായ രീതികളിലാണ് വർക്ക്. ഇതുപോലെ മനുഷ്യന്മാരിൽ വസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കർത്താവ് ഒരു ക്രമീകരണം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ദൈവം ചെയ്തിരിക്കുന്ന വലിയ കാര്യങ്ങളെ ചിന്തിക്കണം. ദൈവം നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ, നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത പരിശുദ്ധാത്മാവിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് ദൈവം ക്രമീകരിച്ച് തന്നിരിക്കണില്ലേ? അതിനൊക്കെയാണ് നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടത്. അല്ലാതെ ഞാൻ IELTS ജയിച്ചെന്ന് പറഞ്ഞുള്ള കാര്യത്തിന് മാത്രമല്ല നന്ദി പറയേണ്ടത്. ദൈവം നമ്മളിലേക്ക് എന്തുമാത്രം താഴ്ന്നത് നമുക്കറിയത്തില്ല. അതായത് ഒരു മനുഷ്യനെ വസിക്കുന്ന രൂപത്തിലേക്ക് ഈ ത്രിത്വത്തെ, ലോകത്തെ നയിച്ച് ഭരിക്കുന്ന ദൈവികമായ ശക്തിയായ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് പറ്റുന്ന പരുവത്തിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഭയങ്കര കൺവേർഷൻ അവിടെ നടന്നിരിക്കുന്നത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവം വ്യക്തിയും ശക്തിയും ഞങ്ങൾ വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ച് ദൈവം ചെറുതായതിനെ ഓർത്ത് അതിന് ദൈവത്തെ പ്രേരിപ്പിച്ച അവിടുത്തെ അനന്തമായ സ്നേഹത്തെ ഓർത്തും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ മാലാഖമാരുടെ കൂടെ നന്ദി പറയുന്നു. മനുഷ്യരാശിക്ക് വേണ്ടി നന്ദി പറയുന്നു. ശ്രുതിക്കട്ടെ. സ്നേഹത്തിന് നന്ദി പറയുന്നു. കണ്ടുമുട്ടുന്ന സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹം പൂമാല കൊരുള ഈശോയെ മാറി സ്നേഹരാജാവേ ഇന്നുള്ളിൽ നിന്നും വാവാ സ്നേഹത്തിൻ പൂനിലാവേ ഇന്നുള്ളിൽ ശോഭയാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ മെക്കാനിസം ഓഫ് സ്പിരിച്വാലിറ്റിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് ഉടമ്പടിയുടെ ഒരു ഫോർമാറ്റിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന് പരിശുദ്ധാത്മാവ്
അദ്ദേഹത്തെ വിട്ടുപിരിയുക. അയാളുടെ പരീക്ഷക്കത തോറ്റുള്ളൂ, പക്ഷെ പരിശുദ്ധാത്മാവ് വിട്ടുപിരിഞ്ഞിട്ടില്ല. അതാണ് ഇതിനകത്ത് മെയിൻ പോയിൻ്റ്. മനസ്സിലായില്ലേ? രോഗം വരാം, പക്ഷെ പരിശുദ്ധാത്മാവ് വിട്ടുപിരിയരുത്. നമ്മളൊരു വിഷയത്തിൽ പരാജയപ്പെടാം. ചിലപ്പോൾ നിങ്ങളുടെ വിസ വി ആർ വെരി സോറി ടു ടെൽ യു എന്നൊക്കെ പറഞ്ഞ് സായിപ്പ് ഡിപ്ലോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കത്ത് കിട്ടും. സംഭവം നടക്കത്തില്ലെന്നാണ് പറയണത്. അപ്പോൾ അവർ നല്ലവണ്ണം സംസാരിക്കാൻ അറിയാവുന്ന കാരണം ഭയങ്കര സ്വപ്പിട്ടാണ് അവർ നമുക്ക് റിജക്റ്റ് ചെയ്ത കാര്യം നമ്മളോട് പറയണത്. കാര്യം അവിടെ രീതി അതാണ്. ആളെ കൊല്ലാൻ തന്നെ കസേരയിരുത്തി പതുക്കെ പതുക്കെ ഷോക്ക് ചെയ്ത് കൊല്ലുന്ന പാർട്ടിയല്ലേ. ആൾക്ക് നമ്മളാണെങ്കിൽ പിടിച്ച് തൂക്കിക്കൊല്ലൂ. അപ്പോൾ അവർ കൊല്ലണ രീതികൾക്ക് വ്യത്യാസമുണ്ടെന്ന് പറയാം. അവർ പറഞ്ഞിരിക്കണ ഇതാണ് നടക്കത്തില്ല, വേറെ രാജ്യം അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പറയുമ്പോൾ അവർ ആദ്യം പഞ്ഞി വെച്ച് തൂത്ത് സ്പിരിറ്റ് കൊണ്ട് തൂത്ത് ഞാൻ കുത്താൻ പോകണമെന്ന് പറഞ്ഞ് എന്നിട്ട് കുത്തി അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. അല്ലാത്തവരൊന്നും നേരിട്ട് കുത്തും, അത്രേ ഉള്ളൂ. അപ്പോൾ സംഭവം നടക്കണ രണ്ട് കുത്ത് തന്നെയാണ്. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഷോക്കാവും ഇല്ലേ? നമ്മുടെ വിസ റിജക്റ്റ് ചെയ്തെന്ന് കേൾക്കുമ്പോഴേ ഷോക്കാവും. ഈ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ മിനിമം ഹോളി സ്പിരിറ്റിന് നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ അയാൾ അയാൾക്ക് ഷോക്ക് അടുപ്പിക്കാൻ പറ്റിയില്ലല്ലേ? നെവിൻ ജോസഫിനെ ഷോക്ക് അടുപ്പിക്കാൻ പറ്റിയില്ല. അയാൾ പരീക്ഷയ്ക്ക് തോറ്റു. അയാൾ എന്താ പറയണത്? ആസിഫ് ഞാനതിൽ ജയിച്ച പോലെ എനിക്ക് തോന്നിയെന്നാണ് പറയണത്. എനിക്ക് ഐ ആം എൻഗ്രേസ്ഡാണ്. ഇത് മിനിമം ഹോളി സ്പിരിറ്റ് കീപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയമാണ്. എൻ്റെ മക്കൾ, നിങ്ങളുടെ ലക്ഷ്യമുണ്ടല്ലോ, നിങ്ങൾ ഈ പറയുന്ന ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഗുണദോഷങ്ങളിൽ ചിലപ്പോൾ സുഖമോ സന്തോഷമോ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്ന് ആ ഒരു ലെവലിൽ നിങ്ങൾ മാറിയിട്ട് പരിശുദ്ധാത്മാവിനെ കീപ്പ് ചെയ്യാൻ നോക്കണം. കർത്താവ് നൽകിയ വചനം ഇതാണ്, ഫിലിപ്പിയർ 4:11. എനിക്കെന്താണ് കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയണത്. പിന്നെന്താ? ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലേ അയാളെ അങ്ങേരെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അർത്ഥം. കാര്യം പഠിക്കണ കാര്യമൊക്കെ ദൈവത്തിൻ്റെ ഒരു പരിപാടിയാണ്. നിങ്ങൾ ദൈവത്തോട് പറയണം, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. 6:45 ഒന്ന് വായിച്ചേ. 6:45 യോഹന്നാൻ. സ്തുതിക്കട്ടെ ഈ പോലെ ഇറങ്ങണമേ. സ്തുതിക്കട്ടെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സന്തോഷത്തോടെ തീ പോലെ ഇറങ്ങണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും 4:45 വായിച്ചോളൂ. 6:45. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. 6:45 കൂടെയാണ് ഫിലിപ്പിയർ 4:11 വായിക്കേണ്ടത്. എന്താണ്? എനിക്ക് എന്തിനും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. പറഞ്ഞ കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങേരെ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാ പറയണ. കൈയിടിച്ച് കർത്താവിനെ ആത്മനദിയായി ഒഴുകണമേ. നീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അപ്പം ഈ സാഹചര്യം IT പരീക്ഷയ്ക്ക് തോറ്റു, അതാണ് സാഹചര്യം. പക്ഷേ ഫിലിപ്പിയർ 4:11 ഇവിടെ വർക്കൗട്ട് ചെയ്തത് എന്താണ്? ആ സാഹചര്യത്തിൽ അയാൾക്ക് സംതൃപ്തിയുണ്ട്. എന്താണ്? അത് അയാളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ആരാണ് പഠിപ്പിച്ചിരിക്കുന്നത്? ദൈവം പഠിപ്പിച്ചിരിക്കുകയാണ്. എന്താ കാര്യം? ഗ്രേസ് ഫീൽ ചെയ്യുന്നുണ്ട്.
എൻ്റെ മക്കളെ, നമ്മളെന്ത് സംഭവിച്ചത്? നമ്മളുടെ സ്പിരിച്വാലിറ്റി നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു നല്ലതുപോലെ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ നമ്മളിങ്ങനെ ചിരിച്ചും സന്തോഷിച്ചൊക്കെ നടക്കും. പക്ഷേ നെഗറ്റീവ് ഹാപ്പൻ ചെയ്താൽ നെഗറ്റീവ് നമ്മുടെ സ്പിരിച്വാലിറ്റി അഡ്രസ്സ് ചെയ്യുന്നില്ല. അതാണൊരു പ്രശ്നം. പക്ഷേ ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി ആക്ച്വലി വി വിൽ ഫോക്കസ് അപ്പോൺ ദി നെഗറ്റീവ്സ്. അയാൾ പറഞ്ഞു കേട്ടില്ലേ? കാര്യം അനുഗ്രഹം എന്ന് പറയുന്നത് ഫിസിക്കൽ ഫേവേഴ്സാണ്. അതിനകത്ത് PR-ഉം പരീക്ഷാ വിജയവും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ രോഗസൗഖ്യമൊക്കെ അനുഗ്രഹത്തിലുള്ളതാണ്. അത് ഫിസിക്കാലിറ്റിയെ ബാധിക്കുന്നതാണ്. ഇനിയുള്ള വിഷയമെന്ന് പറയുന്നത് വേറൊരു സംഭവമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വിചാരിച്ചോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, അത് നെഗറ്റീവ് അല്ല. ശരിക്കും ഞാനിപ്പോൾ ഒരു 90കളിൽ ഒരു 3 സെൻറ്റ് സ്ഥലം കിട്ടാൻ വേണ്ടി 90ൽ എനിക്കറിയാം, എനിക്ക് കർത്താവ് എനിക്ക് നോട്ട് തന്നായിരുന്നു. ശുശ്രൂഷ കർത്താവ് കണ്ടിന്യൂ ചെയ്യുമെന്ന്. അപ്പോൾ ഇത് 84 തുടങ്ങിയ ശുശ്രൂഷയാണ്. അപ്പോൾ 90 ആയപ്പോൾ എനിക്ക് കർത്താവ് എനിക്ക് നോട്ട് തന്നായിരുന്നു. കൃപാസനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 92ലാണ്. രജിസ്റ്റർ ചെയ്യുന്ന മുമ്പ് തന്നെ എനിക്ക് കർത്താവ് പറഞ്ഞായിരുന്നു ഒരു കൗൺസിലിംഗ് സെൻറ്റർ തരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു 3 സെൻറ്റ് സ്ഥലവും. അപ്പോൾ ഞാനന്ന് കൊച്ചച്ഛനാണ്, വെറും കൊച്ചച്ഛൻ, അച്ഛനായിട്ട് 2 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. 34 കൊല്ലം മുമ്പുള്ള കഥ പറയണത്. അതായത് ഇപ്പോൾ ഓർപ്പിച്ചുകൊണ്ട് മനഃപൂർവ്വം പറയണമല്ല, ഇപ്പോൾ ഇത് ഓർത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പോൾ ഞാൻ അവിടെ ഈ 3 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി ഈ തുമ്പോളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ, ആലപ്പുഴ ഉള്ളതാണ്, തീരദേശത്തെ സ്ഥലമാണ്. പിന്നെ അർത്തുങ്കൽ, നിങ്ങൾക്കറിയാം അർത്തുങ്കൽ. അവിടെ നിന്ന് നടന്ന് ഇപ്പോൾ നമ്മൾ ജോബാന നടത്തിയ പോലെ ഞങ്ങൾ 3 പേരും കൂടി ജോബാന നടത്തിയിട്ടുണ്ട്. ഞാനും തങ്കച്ചനും പീറ്ററും, ഞങ്ങൾ 3 പേര് ഇപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ. അവർ 30 കൊല്ലമായിട്ട് എൻ്റെ കൂടെ ഉണ്ടവർ. അന്ന് ഞങ്ങൾ ഈ തുമ്പോളിൽ നിന്ന് അർത്തുങ്ക വരെ ജവമാലയും പിടിച്ചുകൊണ്ട് നടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിനാണ്? 3 സെൻറ്റ് സ്ഥലം കിട്ടാൻ. മനസ്സിലായില്ലേ? എന്നിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചതിനെ വേണ്ടി ചെത്തിയൊരു സ്ഥലം കണ്ടുപിടിച്ച്, ചെത്തിയ സ്ഥലമുണ്ട് അവിടെ. 1 കൊല്ലം അതിനു വേണ്ടി അടയിരുന്ന പോലെ പ്രാർത്ഥിച്ച്. പക്ഷേ ആ സ്ഥലം കർത്താവ് തന്നില്ലേ. ആ രൂപതയുടെ പള്ളിയുടെ സ്വന്തം സ്ഥലമായിട്ട് പോലും പള്ളിക്കമ്മറ്റി തീരുമാനിച്ചത് പോലും എനിക്ക് കിട്ടിയില്ല ആ സ്ഥലം. പക്ഷേ 97 ആയപ്പോൾ ഇവിടെ താമസിച്ചിരുന്നൊരു സന്യാസി വര്യനായ ഒരു ഫ്രാൻസിസ് ബ്രദർ ഉണ്ടായിരുന്നു. പ്രായമായിരുന്നു. എന്നെ കാണാൻ വേണ്ടി എൻ്റെ ഇടവക വന്നു ഒരു 11 മണിയായപ്പോൾ 97. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ സ്ഥലം കുറച്ച് അച്ഛന് തരാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കി എൻ്റെ സ്ഥലം കുറച്ച് ഈ കാണുന്ന ഈ ഇവിടെ അന്ന് ഈ തെങ്ങൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണിത്. 2 തെങ്ങും കുറച്ച് തലപോയ തെങ്ങൊക്കെ ആയിരുന്നു. ഈ സ്ഥലം അച്ഛൻ വിലക്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ കുറേ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ നടന്നിട്ട് എനിക്ക് 1,40,000 രൂപ കിട്ടി. നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വായ്പ വാങ്ങിച്ചതാണ്. ആ 40,000 രൂപയ്ക്കാണ് ആ സ്ഥലം, 1,40,000 രൂപയ്ക്ക് ഈ സ്ഥലം എടുത്തിരിക്കണം. 97 ഇത് 17 സെൻറ്റ് ബ്രദർ തന്നു. പിന്നെ ആ കാണുന്ന സ്ഥലമൊക്കെ നമ്മൾ കുറേ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. ആ ഒരു സെൻറ്റ് 8 സെൻറ്റ് തന്നെ. ആ കാണുന്ന ബിൽഡിങ് നിൽക്കുന്ന നിങ്ങളുടെ ഉടമ്പടി ഓഫീസ് നിൽക്കുന്ന സ്ഥലം 8 സെൻറ്റിന് ഏതാണ്ട് 37 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചത്. അപ്പോൾ പിന്നെ കാലം മാറിയപ്പോഴേ പെട്ടെന്ന് ഇതിൻ്റെ ചേഞ്ച് വന്നു. അപ്പോൾ ഇതെല്ലാം ആൾക്കാർ വന്ന് കയറി ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ വില കൂടിപ്പോയി. അപ്പോൾ ഞാൻ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ആ ഞാൻ ചോദിച്ച സ്ഥലം ദൈവം എനിക്ക് തന്നില്ല. അതിന് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് 1 കൊല്ലം പ്രാർത്ഥിച്ചില്ലേ അല്ലേ? ഞാൻ ചോദിക്കാത്തത് എനിക്ക് ദൈവം തന്നു. ആ ചോദിച്ച സ്ഥലം എനിക്ക് കിട്ടാഞ്ഞ എന്താണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവും. കാര്യം അവിടെ ഒരു പുഴയുടെ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം വന്ന് തിരശ്ചീനമായിട്ട് പുഴക്ക് നേരെ കിടക്കിയിരുന്നു. ഇപ്പം ഗവൺമെൻറ് അത് പൊളിച്ചിട്ട് 3-4 അടി പൊക്കത്തിലേക്ക് ആ പാലം 3-4 മീറ്റർ പൊക്കത്തിലേക്ക് ആ പാലം ഉയർത്തി. അപ്പോൾ ആ സ്ഥലത്തിലേക്ക് ഇപ്പം ഇറങ്ങണമെങ്കിൽ ഏണി വെച്ച് ഇറങ്ങണം. അതാണ് സംഭവം. അത് നമുക്കറിയത്തില്ലാഞ്ഞല്ലോ, അത് ഇന്നാളെ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ദൈവത്തിന് നേരത്തെ മുൻകൂട്ടി നിൻ്റെ ഭാവിയിൽ നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകും. നിങ്ങളിപ്പോൾ ചോദിക്കുന്ന പലതും മണ്ടത്തരങ്ങളാണ്. അതെങ്ങാനും തന്നാൽ നിങ്ങളുടെ കാര്യം ജീവിതം തീരും. നിങ്ങൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് വെച്ച് തന്നെ നിങ്ങളുടെ ജീവിതം തീരും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ പറയാൻ, കർത്താവ് ഇപ്പോൾ എൻ്റെ കൊച്ചു ബുദ്ധിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, പിന്നെ എല്ലാം നിൻ്റെ ഇഷ്ടം, നിനക്ക് കാര്യം അറിയാമല്ലോ, ആകാശ് നിനക്ക് ഭാവിയും എല്ലാം അറിയാമല്ലോ. അപ്പോൾ ഒത്തിരി സമർപ്പണത്തിൻ്റെ പോയിൻറ്റ്സ് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകും ഒരു കാര്യത്തിലും. അതുകൊണ്ട് ഈ മരിയൻ സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ ഫോളോ ചെയ്യണത്. അമ്മയുടെ ഒരു വിഷയമെന്ന് പറയുന്നത്, അമ്മയുടെ ജീവിതത്തിലെ ഒരു നെഗറ്റീവ് സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മ കുറഞ്ഞ പക്ഷം ഒരു റിയാക്ഷൻ എടുക്കണമെന്ന് വെച്ചാൽ മിണ്ടത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അതാണ് അമ്മയുടെ ഒരു രീതി. അപ്പോൾ ഒരു നെഗറ്റീവ് നമ്മുടെ സ്പിരിച്വാലിറ്റി വന്നിരിക്കുന്നത്, നമ്മുടെ ആധ്യാത്മികതയിൽ നമ്മൾ പോസിറ്റീവിനാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ പോസിറ്റീവിനേക്കാൾ പ്രാധാന്യമാണ് നെഗറ്റീവിനുള്ളത്.
കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ബ്ലെസ്സിങ്സാണ്. ക്യാഷ് ആൻഡ് കൈൻഡ്, ഫിസിക്കൽ ബ്ലെസ്സിങ്സാണ് നമുക്ക് കിട്ടുന്നത്, ഫിസിക്കാലിറ്റിയിലുള്ളതാണ്. പക്ഷേ അതിൻ്റെ നെഗറ്റീവിൽ ഇപ്പോൾ ഇയാൾ ജോസഫ് നെവിൻ എന്താ പറയണത്? അയാൾ പറയണത് ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, പക്ഷേ എനിക്ക് ഗ്രേസ് ഫീൽ ചെയ്തെന്നാണ്. അതിന് അഭിഷേകം എന്നാണ് പറയണത്, അനുഗ്രഹമല്ല. അഭിഷേകം എന്ന് പറയണത് പ്രസൻസ് ഓഫ് ഗോഡാണ്, മറ്റത് ഇഫക്റ്റ് ഓഫ് പ്രസൻസ് ആണ്. തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റ് ഓഫ് പ്രസൻസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് കാറ്റ് അടിക്കുന്നുണ്ടല്ലേ, അതെന്താണ്? കറണ്ടിൻ്റെ ഇഫക്റ്റാണ്. മനസ്സിലായില്ലേ? കറണ്ട് അടിച്ചാൽ നിങ്ങൾ ചത്തുപോകും, കാറ്റടിച്ചാൽ നിങ്ങൾ ചത്തുപോകത്തില്ല. സിമ്പിളല്ലേ? അതെന്താൽ കറണ്ട് കൃപയും അനുഗ്രഹം, അതുപോലെ തന്നെ ബ്ലെസ്സിങ്സ് അതിൻ്റെ ഇഫക്റ്റും അതായത് നമ്മൾക്ക് ലഭിക്കുന്ന കൃപ ലഭിച്ചാൽ അഭിഷേകമാണ് ഉണ്ടാകുന്നത്. അനുഗ്രഹം എന്ന് പറയുന്നത് ഭൗതികമായ ആനുകൂല്യങ്ങളാണ്, ഫിസിക്കൽ ബ്ലെസ്സിങ്സ്. ഈ പലപ്പോഴും നെഗറ്റീവ് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് കിട്ടാത്തപ്പോൾ ദൈവം ഒന്നും തരാതിരിക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായ? ഇപ്പം നിങ്ങളുടെ ഒരു കല്യാണം മനസ്സമ്മതം കഴിഞ്ഞതാണ്. പക്ഷേ മനസ്സമ്മതം കഴിഞ്ഞാൽ അറിയണത് നമുക്ക് പറ്റിയ കക്ഷിയല്ലെന്ന് പറയുമ്പോൾ ആ കല്യാണം വിട്ടു പോകുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കത്തില്ല. ചില പെൺപിള്ളേർ കണ്ടില്ലേ, അവിടെ കട്ടിലെ പോയി ടാ പോലെ ഈ തേരട്ട പോലെ കിടക്കും, വിളിച്ചാൽ നിൽക്കത്തില്ല. അതുപോലെ തന്നെ അവരുടെ അഭ്യാസം കാണിക്കും അവിടെ. കാര്യം അവർക്കറിയാം, അവൾക്ക് ചമ്മലാണ് ഭയങ്കര. അവൾക്ക് എന്തോ സൗന്ദര്യം കുറഞ്ഞിട്ട് കല്യാണം പോയെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കണത്. അത് വീട്ടുകാർ ആഘോഷിക്കാതിരിക്കാൻ വേണ്ടി അവൾ തേരട്ട പോലെ ചുരണ്ട് കിടക്കുകയാണ്. എന്നിട്ട് ഇനി അവളെ പൊക്കിയെടുക്കുമ്പോൾ നമ്മൾ കാരണമാണ് കല്യാണം പോയെന്നുള്ളത്. ആ സംഭവം നമ്മുടെ ഗോളിലിട്ട് ആ പോസ്റ്റ് അടിക്കാൻ വേണ്ടിയാണ് അവളെ കിടപ്പ് കിടക്കുന്നത്. ഒരു തന്ത്രമാണ്. ഇങ്ങനെയൊക്കെ ഒന്നിറങ്ങിയാൽ നേരം വിളിക്കത്തില്ല. നിങ്ങൾ സ്പിരിച്വാലിറ്റി ഓപ്പൺ ടു ദി സ്പിരിറ്റാണ്. നിങ്ങൾ തുറന്ന കാര്യത്തിൽ ഇതിനകത്ത് ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും കാണിക്കാതെ ഒരു മനസ്സ് തുറന്ന രീതി ദൈവത്തെ സമീപിക്കണം. ദൈവമേ, ദിസ് ഈസ് ദ ഫാക്ട്, ഐ അക്സെപ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇതാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ നാമത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങ് വിളമ്പി തരുന്നത് എന്തായാലും കയ്പായാലും മധുരമായാലും സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് വിളമ്പി തരുന്നത് അങ്ങായത് കൊണ്ടാണ്. അപ്പൊ എന്റെ വിഷയത്തെക്കാൾ വലുതാണ് എനിക്ക് നിന്റെ സാന്നിധ്യം. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം, ആത്മത്തിനില്ലായ്മയും എന്റെ അകതാരിൻ വല്ലായ്മയും എന്റെ ആത്മത്തിനില്ലായ്മയും എന്റെ അകതാരിൻ വല്ലായ്മയും സർവ്വയേശുവേ മറന്നെന്നിൽ വാഴാൻ നിന്നാഗമം എന്തു ഭാഗ്യമേ. സർവ്വയേശുവേ മറന്നെന്നിൽ വാഴാൻ നിന്നാഗമം എന്തു ഭാഗ്യമേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായകാ സവിധേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായകാ സവിധേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ എന്താണ് ജോസഫ് നെവിനെ കുറിച്ച് പറയുന്നത്? ആ പരീക്ഷയുടെ പരാജയത്തിൻ്റെ പൊള്ളല് അയാൾക്കത് ഫീൽ ചെയ്തിരുന്നില്ലെന്നല്ല അർത്ഥം. നമ്മുടെ കുഴപ്പം എന്താ? നമുക്ക് പൊള്ളൽ ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായ? അപ്പം അതാണ് ഈ ജഡം മനുഷ്യനെന്ന് പൗലോസ് പറയണത്. ജഡം കർത്താവും അഡ്രസ്സ് ചെയ്യുന്നൊരു വിഷയമാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. അതാണ് കർത്താവ് ജഡത്തെക്കുറിച്ചുള്ള അസസ്മെൻ്റ്. അതാണ്. അപ്പം ജഡത്തോട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചാൽ അത് പരാജയമായിട്ട് കരുതരുത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ശരീരമായി അടിസ്ഥാനപ്പെടുത്തി എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചാൽ, ഒരു പരാജയം സംഭവിച്ചാൽ, പരാജയമായി തോന്നാത്ത വിധത്തിലെ കർത്താവിന്റെ അഭിഷേകം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ എന്താ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ ആവിയും പൊള്ളലും
നെഗറ്റീവ്സിനെ കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. കല്യാണം നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഒരു വസ്തു എടുക്കാമെന്ന് പറഞ്ഞു, അവർ നമുക്ക് അഡ്വാൻസ് തന്നതാണ്, പക്ഷെ സമയമായപ്പോൾ ഇപ്പോൾ ഡേറ്റ് മാറ്റി അവർക്ക് വേണ്ട, നിങ്ങൾ അത് മറിച്ച് കൊടുത്തോ, ഞങ്ങൾ തന്ന കാശ് വല്ലപ്പോഴും തന്നേച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ സ്കൂട്ടായി പോവുകയാണ്. അവർ കാശില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെന്താ നമുക്ക് പറ്റിയിരിക്കണത് ഈ 50 ലക്ഷം കിട്ടിയിട്ട് നമ്മൾ 50 പേരോട് പറഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് തന്നിട്ടുണ്ട്, ഇത്താം തീയതി പ്രമാണമാണ്, കാശ് കിട്ടിയ ഉടനെ തരാമെന്ന്. ഇപ്പോൾ അവന്മാരെല്ലാം ഇങ്ങനെ പാമ്പ് കൊത്താമണ പോലെ നമ്മൾ കൊത്താൻ വരും. ദിസ് ഈസ് അവർ സിറ്റുവേഷൻ. അതാണ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ എല്ലാം കവർ ചെയ്തുകൊണ്ടാണ് ബൈബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പരാജയങ്ങളോ ആകസ്മികമായി ഉണ്ടാകുന്ന തകർച്ചകളോ എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ബൈബിൾ മുന്നോട്ട് പോകുന്നത്. അതാണ് നീ അഗ്നിയിലൂടെ നടക്കത്തില്ലെന്ന് പറഞ്ഞോ ഇല്ലല്ലോ. ഐസയ 43:2 വായിച്ച് ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ആരാധന, യേശുവേ ആരാധന. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഞങ്ങളിതാ ദിവ്യനായക സവിധി സന്തോഷത്തിൽ പാടുക. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധി. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധി. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് പറഞ്ഞ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ആദ്യത്തെ വായിച്ചേ സമുദ്രത്തിലൂടെ വായിച്ചേ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. എന്താ സമുദ്രം എന്ന് പറഞ്ഞ കണ്ണീര് സമുദ്രമാക്കി പോകണേ. കരച്ചിന്റെ കാലമാണ് ഈ പറയണത്. അല്ല നമ്മളാരും ഇങ്ങനെ സമുദ്രത്തിലൂടെ വണ്ടിയും വള്ളവും പിടിച്ചു പോണ കേസല്ല. കണ്ണീരിന്റെ കാലമാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? കണ്ണീരിന്റെ കാലത്തിലൂടെ നീ കടന്നു പോയാലും പറഞ്ഞേ. കണ്ണീരിന്റെ കാലത്തിലൂടെ നീ കടന്നു പോയാലും വായിച്ചോളൂ. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയുമില്ല. അഗ്നിയിലൂടെ നടക്കുമ്പോൾ നിനക്ക് പൊള്ളലേൽക്കുകയില്ല. എന്തുകൊണ്ടാണ് നദിയിലൂടെ നടക്കുമ്പോൾ മുക്കിക്കളയാത്തത്? അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മുക്കിക്കളയത്തില്ല. അപ്പം നിങ്ങളവർക്ക് നമ്മൾ പെരിയാറിലൂടെ പമ്പാ നദിയിലൂടെ പോണ കേസല്ല, കടമാണ് ഈ വിഷയം. മനസ്സിലായില്ലേ? 44 കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 44 കോടി രൂപ കടമാണ്. അപ്പം 4 കോടിക്കും 44 കോടിക്കും ഓരോരുത്തർക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് മുമ്പിൽ വരികുമ്പോഴാണല്ലോ ഇത് നദിയായിട്ട് മാറണത്. അപ്പം 44 കോടി രൂപ കടവാണ്. ആ സാക്ഷ്യം യൂട്യൂബിലുണ്ട്. എന്താ സംബന്ധിച്ച കൊറോണ വന്നപ്പോൾ അവിടെ കമ്പനിയുടെ അടച്ചുപൂട്ടില്ലേ അല്ലേ? അടച്ചുപൂട്ടിയോട് കൂടി പിന്നെ ലോണൊക്കെ എടുത്തപ്പോൾ കൂടിപ്പോയില്ലേ, പലിശ കൂടിയില്ലേ? ബാങ്കുകാരൻ ഇപ്പോഴും നമുക്ക് ഒന്നും വകവെച്ച് തരണില്ലല്ലോ. സർക്കാർ തരാമെന്ന് പറഞ്ഞാൽ സർക്കാർ ബാങ്ക് ചെല്ലുമ്പോൾ ബാങ്കുകാർ പറയും സർക്കാർ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ കേസ് പൈസ തന്നിട്ടില്ലെന്ന് പറയും. അതുപോലെ നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റത്തില്ലെന്ന് പറയും. എല്ലായിടത്തും ഇല്ല എന്നല്ല പറയണത്, എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ സർക്കാർ തരാമെന്ന് പറഞ്ഞ കൊറോണ വിഹിതമായിട്ട് തരാമെന്ന് പറഞ്ഞ പൈസ അടച്ചിട്ടില്ല. അവിടെ എന്താണ് ഇല്ല എന്നല്ല പറയണത്, ഇല്ല അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ തരാൻ ലോൺ തരാൻ പറ്റത്തില്ല. ഈ ഇല്ല അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പുതിയ നിയമം തുടങ്ങണത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇല്ലയാണേ, ആ പുരാതനമായ ഇല്ലേ. ഇന്ന് ആധുനികമായ ഇല്ലയിലേക്ക് പ്രവേശിക്കുന്നത് എല്ലാം ഇല്ല തന്നെ വിഷയം. ഒരു ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം ദൈവത്തെ അവിടെ ഇടപെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തെ ഇടപെടുത്താൻ പറ്റിയ കറക്റ്റ് ഫോർമുലയാണ് അമ്മ പറയണത്. എന്താണ്? ദൈവത്തെ ഇങ്ങനെ വിളിച്ചപേക്ഷിച്ച് ഇടപെടാൻ പറ്റുന്ന കേസല്ല. പിന്നെന്താണ്? അവൻ പറയണ പോലെ ചെയ്യണം.
അതാണ് ഉടമ്പടി. കൈയടിച്ച് കർത്താൻ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോയെ ഞാൻ ആരാധിക്കുന്നു. സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ട് കാരുണ്യം കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോയെ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടും കൊണ്ടിടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇല്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിലൂടെയും അതുപോലെ തന്നെ നീ ശബ്ദത്തിലൂടെ കടന്നു പോകും, നദിയിലൂടെ കടന്നു പോകും. അപ്പോഴെന്താ പറയണത്? ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദാറ്റ്സ് എ പോയിന്റ്. അവിടെ അണ്ടർലൈൻ അവിടെയാണ്. എന്താണ്? നീ ശബ്ദത്തിലൂടെ കടന്നു പോകും. പറഞ്ഞേ, ഈ സമുദ്രത്തിലൂടെ കടന്നു പോകും. കണ്ണീരിൻ്റെ കാലത്തിലൂടെ കടന്നു പോകുന്നതായി പറയണത്. പിന്നെ എന്ത് ചെയ്യും? ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പം കണ്ണീരിൻ്റെ കാലം, നാളെ ചിരിയുടെ കാലം വരും. ചിലപ്പോൾ കർത്താവ് കൂടെ ഉണ്ടാകണം നിർബന്ധമില്ല. നിങ്ങളൊന്ന് ചിന്തിക്കണേ, നാളെ ചിരിയുടെ കാലം വരും. ചിരി മാത്രം ഉണ്ടാകും, കർത്താവ് ഉണ്ടാകത്തില്ല. പക്ഷെ കണ്ണീരിൻ്റെ കാലത്ത് നിന്നെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ് നിന്റെ ദൈവം. കൈയിടിച്ച് കർത്താവിനെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടും കൊണ്ടിടുന്നു. പാടുക. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോയെ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടും കൊണ്ടിടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം കണ്ണീരിൻ്റെ കാലത്ത് നമുക്കിപ്പോൾ ആ ചേട്ടൻ പറഞ്ഞില്ലേ, നെവിൻ ജോസഫ് എന്താ പറയണത്? എൻ്റെ കണ്ണീരിൻ്റെ കാലമാണ്, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, എനിക്ക് പൊള്ളൽ അനുഭവിച്ചു, പക്ഷേ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് എന്താ കാരണം? നീ അഗ്നിയിലൂടെ നടക്കും, അല്ലെ സമുദ്രത്തിലൂടെ നടക്കും. കാര്യം എന്താണ്? സമുദ്രം നിന്നെ മുക്കിക്കളയത്തില്ല. കാര്യം എന്താണ്? ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദാറ്റ്സ് എ പ്രസൻസ് ഓഫ് ഗോഡ്. മനസ്സിലായില്ലേ? ഉടമ്പടി നിങ്ങൾക്ക് നൽകുന്നത്, പരീക്ഷയ്ക്ക് നിങ്ങൾ തോറ്റാലും നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കാൻ ഇനിയും സമയമുണ്ടെങ്കിലും നിൻ്റെ ദൈവം നിന്നെ